വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. കാര്യം ശരിയാണ്. ഞാൻ ലക്ഷങ്ങളുടെ ഡീല് നടത്താറുണ്ട്. അത് വിശ്വസനീയമായ രീതിയിൽ ചെയ്യാറുള്ളതുകൊണ്ട് ആളുകൾക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. എന്ന് കരുതി ചേട്ടൻ ചോദിച്ചത്രയും രൂപ കടം തരാനായിട്ട് എൻ്റെ കയ്യിലില്ല. നേരെ മറിച്ച് ചേട്ടൻ കുറച്ച് പണമായിട്ട് എൻ്റെ അടുത്ത് പോവാം. ഒരുപാട് ബിസിനസ് ഐഡിയാസ് എൻ്റെ അടുത്തുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ഇടനിലക്കാരനായി നിന്ന് ലാഭം ഉണ്ടാക്കി തരാം. ഇവിടെ സത്യസന്ധമായ ഡീല്, വിശ്വാസമാണെല്ലാം. ഞാൻ പറഞ്ഞത് ചേട്ടൻ മനസ്സിലായ? അങ്ങനെ പണം മുടക്കിയ കുറിയാക്കോസും ദിവാകരനും മാർട്ടിനും ഒക്കെ തോമസിനെ പറ്റി പറഞ്ഞ് എനിക്കറിയാം. ഇത് എനിക്കൊരു അത്യാവശ്യമായതുകൊണ്ട് ചോദിച്ചതാ. അത് കുഴപ്പമില്ല. ആ ഹലോ. ഓ വെൽക്കം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനല്പം തിരക്കിലാണേ. ആയിക്കോട്ടെ. ഒരു ഡീലിന് നന്ദി പറയാൻ വിളിച്ചതാണേ. ഓ ഹലോ. അതെ അതെ അതെ. അത് വേണ്ട. എനിക്കറിയാവുന്നിടത്ത് കുറച്ച് തടി കിടപ്പുണ്ട്. അത് വാങ്ങി വയ്ക്കും. നല്ല ലാഭം കിട്ടും. വാങ്ങാൻ ആളെയൊക്കെ ഞാൻ റെഡിയാക്കാന്നേ. ഓ ആയിക്കോട്ടെ. വാക്ക് പാലിക്കുക, വിശ്വാസം കാണിക്കുക. അതെ, എനിക്കൊരു സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തണമെങ്കിൽ ഞാൻ ഇപ്പൊ പോണം. അപ്പൊ ശരി ചേട്ടാ, പോട്ടെ. ശരി. വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. പ്രഭാഷകൻ 29-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ നിന്നോട് പറഞ്ഞത് മറന്നുപോയി. ഇവിടെ കുരിശുപള്ളി പെരുന്നാളെത്തി. അത് കുഴപ്പമില്ലടാ. നീ എന്നാണേലും ഒരു ദിവസം വാ. അത് നീ വന്ന് ചെയ്താലേ ശരിയാവുള്ളൂ. ഞാൻ ഇന്ന് തന്നെ വരാടാ. അത് പിന്നെ വീട്ടിൽ പ്ലംബിംഗ് ആയാലും ഇലക്ട്രിക് വർക്കായാലും നീ വന്ന് നോക്കി നിന്റെ മേൽനോട്ട് ചെയ്യുന്നതാ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം നീ വീട്ടിലേക്ക് വന്നിട്ട് കുറേ നാളായല്ലോ. അതെ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. പിന്നെ മക്കളൊക്കെ എവിടം വരെ? മോള് ബാംഗ്ലൂർ പഠിക്കണം. അതിപ്പോൾ ഒരു 1.5 വർഷം ഉണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് കഴിയും. അത് കഴിഞ്ഞ ഉടനെ വിവാഹം. അത് വേണമെങ്കിൽ ഇപ്പോൾ നടത്താം. ദൈവം സഹായിച്ച് അതിനൊരു 25 ലക്ഷം രൂപ മാറ്റി വെച്ചിരിക്കുക. സത്യം പറയാലോ, എൻ്റെ അധ്വാനമൊന്നുമല്ല. എല്ലാം കുടുംബവകയായിട്ട് കാർന്നവരായിട്ട് കൈമറിഞ്ഞു വന്നതാ. ഇപ്പൊ നിന്റെ അപ്പം മരിച്ചിട്ട് എത്ര വർഷമായി? അടുത്ത മാസം 29-ാം തീയതി വരുമ്പോൾ 10 വർഷമാവും. നീ വരണോട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നിന്റെ വീട്ടിൽ വന്നതും നിന്റെ അമ്മച്ചിയുടെ കൈ കൊണ്ടുള്ള ഊണും ചായയൊന്നും അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അമ്മ ഇപ്പൊ നന്നായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ വർഷം വരെയൊക്കെ പള്ളിയിലൊക്കെ നടന്നു പോകുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒറ്റയ്ക്ക് പുറത്തൊന്നും പോകാറില്ല. എടാ അതെ, ഒന്നും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നത്. അകത്തേക്ക് വന്നാൽ ഒരു ചായ കഴിക്കാമായിരുന്നു. അതൊന്നും വേണ്ട. പറഞ്ഞോണം, നിന്റെ മക്കളൊക്കെ 2 ആണും 1 പെണ്ണും അല്ലേ? അതെ, മോള് ഇളയതാ. അടുത്ത വർഷം 10-ലാവും. മൂത്ത മകൻ എൻ്റെ കൂടെ വരുന്നുണ്ടേ. അവൻ ഡിഗ്രി കഴിഞ്ഞതാണ്. രണ്ടാമത്തെ ആള് +2. എടാ, പിള്ളേർക്കേ പഠനത്തിനോ മറ്റേതെങ്കിലും സഹായമൊക്കെ വേണ്ടി വന്നാൽ പറയാൻ മടിക്കരുത്. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ര. ചായ കഴിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെ ആട്ര. ഇല്ലടാ,
അപ്പോൾ ഒരു 11-11 ഞാൻ എത്തിക്കോളാം. ഓ ശരിയടാ. ആ ശരി എന്നാൽ. എന്താ വെച്ച് കാര്യങ്ങൾ? കാശൊക്കെ ഒത്തോ? എവിടുന്ന് ആൻറ്റോ? ഒന്നും ആയിട്ടില്ല. ദാ ഇപ്പൊ പോലും ഞാൻ കുടുംബശ്രീയിലെ മോളിയോടും രമണിയോടും ഗ്രേസിയോടും എല്ലാം ചോദിച്ചിട്ട് വരിക. ആ വഴി പള്ളിയിലോട്ടൊന്ന് കയറാന്ന് കരുതി. ഓ, അവരതിന് എവിടെ നിർത്തലാണ് ചേച്ചി ഒരു കല്യാണത്തിലുള്ള കാശൊക്കെ? അതെ, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൂടി ഒരു 2.5 ലക്ഷം രൂപ ലോൺ കിട്ടും. അത് ഞങ്ങൾ വീതിച്ചെടുക്കലാ പതിവ്. അതെല്ലാരും കൂടി 6 മാസത്തേക്കൊന്ന് മറിച്ചാൽ അത്രയായില്ലേ ആൻറ്റോ? ആ അത് കൊള്ളാം. എന്നിട്ട് എന്തായി? ആ അത് ശരിയാണ്. എല്ലാവരും അത്യാവശ്യക്കാരും അയ്യോ പാവങ്ങളൊക്കെ അല്ലേ? അല്ലേ ചേച്ചി? അല്ലേ തന്നെ 6 മാസം കഴിയുമ്പോൾ ഈ കാശ് നിങ്ങൾ തിരികെ എങ്ങനെ കൊടുക്കും? ഞങ്ങളുടെ ഒരു 6 സെന്റ് സ്ഥലം ആ പണിക്കശ്ശേരിക്കാരുടെ അടുത്ത് കിടപ്പുണ്ട്. അതൊരു പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട് അഡ്വാൻസും തന്നു പോയതാ. പക്ഷേ 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കും. കുറച്ച് സ്വർണവും പണവും ഉണ്ട്. ഇനി ഒരു 5 ലക്ഷം രൂപ കൂടെ വേണം. ഓ അങ്ങനെയാണല്ലേ? ജോലി കേട്ടിട്ട് ഇത്തിരി കൂടുതലാണല്ലേ? ചേട്ടൻ അങ്ങനെ ഒന്നും കുടിക്കുന്ന ആളേ അല്ല. മോളുടെ കല്യാണവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പോൾ ഈ മദ്യപിച്ച പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഇത് ഞാനും ചോദിക്കാറുണ്ടാണ്ടോ. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ബുദ്ധിയും തോന്നുന്നില്ല. ചെറുക്കൻ്റെ വീട്ടുകാരോട്? അടുത്ത മാസം കല്യാണവും കഴിഞ്ഞ് ചെറുക്കന് കാനഡയ്ക്ക് പോകാനുള്ളതാ. സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ 6 മാസം കഴിഞ്ഞേ നടക്കുള്ളൂന്ന് പിന്നെ അവര് പറഞ്ഞത്. അതും ഒരു പ്രശ്നമായി. ആ ചേച്ചി കരയില്ല ചേച്ചി. ദൈവം ഒന്നെങ്കിലും വഴി കാണിച്ചു തരും. എങ്കിൽ ഞാൻ ചെല്ലട്ടെ ചേച്ചി? ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണേ. അപ്പോൾ ആ വഴി പള്ളിയിൽ കയറിയിട്ട് വരിക. എങ്കിൽ ചേച്ചി ചെല്ല്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4:6 അല്ലടാ, ഈ പേപ്പർ എൻ്റെ കയ്യിൽ തന്നാലോ? ആ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? എൻ്റെ ആൻറ്റോ, അതെല്ലാം നീ അങ്ങ് വാങ്ങിയാൽ മതി. ഏതായാലും അടുത്ത ആഴ്ചയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ആഴ്ചത്തെ കൊണ്ടേ ഇപ്പം നടക്കുന്ന 2 സ്ഥലത്തുള്ള വർക്ക് തീരും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ അടുത്ത വർക്ക് തുടങ്ങും. മതി, അത് മതി. ആ ഹീറ്ററിൻ്റെ കുഴപ്പം മാത്രം നാളെ വന്ന് നീ ഒന്ന് ചെയ്തു തന്നാൽ മതി. ബാക്കിയൊക്കെ അടുത്ത ആഴ്ച മതി. അതങ്ങനെ ചെയ്യാം. അപ്പം ക്യാഷ് ചെയ്യാനെങ്കിൽ ഗൂഗിൾ പേ ചെയ്തോളാം. ആ അതത് മതി. പിന്നെ ജോയി, എന്തേടാ, എന്തു പറ്റി? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് എടാ, എന്താണെങ്കിലും പറയടാ. അത് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അത് പിന്നെ ഇങ്ങനെ മുഖവരെയൊന്നും വേണ്ടടാ, നീ കാര്യം പറയടാ. നിനക്ക് ഞാനെന്താ സഹായം ചെയ്യേണ്ടത്? അത് പിന്നെ എനിക്കല്ലടാ. അത് നീ ചെയ്താ വളരെ വലിയൊരു ഉപകാരമായിരിക്കും നീ ചെയ്യുന്നത്. എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു കുടുംബമാണ്. ആർക്കടാ? ആ ജോണേട്ടൻ്റെ കുടുംബത്തെയാ. അവരുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചു. അവർക്കാണെങ്കിൽ ക്യാഷ് റെഡിയായിട്ടുമില്ല. ആ ജോണേട്ടനും ആനിച്ചും കൂടി തേരാപ്പാര ഓടുകയാ ക്യാഷിന് വേണ്ടി. സഹായം എന്ന് പറയുമ്പോഴേ ഒരു 6 മാസമൊക്കെ മതി. അപ്പോഴേക്കും അവരുടെ സ്ഥലത്തിൻ്റെ കച്ചവടമൊക്കെ നടക്കുവേ. അവർ അഡ്വാൻസൊക്കെ വാങ്ങി വെച്ചേക്കണേ. എനിക്ക് അവരെ അത്ര വലിയ പരിചയമൊന്നുമില്ല. കാണുമ്പോൾ ചിരിക്കുന്നതിനപ്പുറം വലിയ കമ്പനിയൊന്നും നീ പറയുന്ന ജോണേട്ടനായിട്ട് എനിക്കില്ല. അല്ല, എത്രയും നീ ഉദ്ദേശിക്കണത്? ഒരു 5 ലക്ഷം രൂപ. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാശുണ്ട്.
അത് 1.5 വർഷം കഴിഞ്ഞിട്ടേ എനിക്ക് ആവശ്യമുള്ളൂ. അതിൽ നിന്നൊരു 5 ലക്ഷം രൂപ തന്ന് സഹായിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ വിശ്വസിച്ച ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമല്ലേ. വളരെ ഉപകാരമാടാ. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഞാൻ ചെന്ന് അവരുടെ കാര്യം പറയട്ടെ, അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ഓ അതിനെന്താ. എങ്കിൽ പിന്നെ ശരി ജോയി, ഞാൻ ചെല്ലട്ടെ. ആ ആ അതെ ആൻറ്റോ, ആ സാധനങ്ങൾക്കുള്ള ക്യാഷേ ഞാനിപ്പോൾ തന്നെ ഇട്ടേക്കാം. അതത് മതി. ജോയി, നീ ചെയ്യാമെന്ന് പറഞ്ഞതേ വളരെ വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ബാങ്കിൽ കിടക്കുന്ന കാശ് ഒരു 6 മാസത്തേക്ക് ഇവരെ സഹായിക്കാതെ അവിടെ തന്നെ കിടന്ന് അത് വലുതാവുകയൊന്നുമില്ലല്ലോ. മനുഷ്യന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. പ്രഭാഷകൻ 17-ാം അധ്യായം 22-ാം വാക്യം. ആ 6 മാസത്തെ ബാങ്ക് പലിശേ അതവർ തരൂട്ടാ. അതൊക്കെ നിന്റെ ഇഷ്ടം. എപ്പോൾ വേണമെന്ന് അവരോട് ആലോചിച്ചിട്ടേ നീ പറഞ്ഞാൽ മതി. അപ്പം ശരിയാടാ. ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ടാൻറ്റോ. ഇപ്പോഴത്തെ കാലത്ത് കൂടപ്പറപ്പുകൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഏയ് അങ്ങനെയൊന്നും പറയണ്ട ചേച്ചി. നിങ്ങൾക്കൊരു പ്രശ്നം വന്നു, അതെൻ്റെ കൂട്ടുകാരെ കൂടി എനിക്ക് സഹായിക്കാനും പറ്റി. അങ്ങനെ അങ്ങോട്ട് കരുതിയാൽ മതി. പിന്നെ 6 മാസം കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തിരികെ കൊടുക്കാൻ പറ്റുമല്ലോ. അത് പറ്റും. എൻ്റെ കഴുത്തിനും ഇതേ ഈ തലയുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ കാശ് ഞാൻ കൊടുത്തിരിക്കും. ഇതേ ഈ ജോയി എന്ന് പറയുന്ന ആൻറ്റോൻ്റെ കൂട്ടുകാരൻ ആ ചാക്കോ മാഷിൻ്റെ മോനല്ലേ? അതെ. എന്താ ചേട്ടാ? ഹേ ഒന്നുമില്ല, മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഓ എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. കാശ് നാളത്തെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാം. ഓ ആ അയ്യോ ആൻറ്റോ, ചായ എടുക്കാൻ മറന്നുപോയി. ചായ എന്തിനാ ചേച്ചി? അടുത്ത മാസം കല്യാണ സദ്യ തന്നെ അങ്ങോട്ട് കൊണ്ടുകളയാം. ഓക്കെ എന്നാ. ചേച്ചി കരഞ്ഞുകൊണ്ട് കാര്യമില്ല. കല്യാണവും കഴിഞ്ഞ് പറഞ്ഞതിന് നേരത്തെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കച്ചവടവും നടന്നു. പറഞ്ഞ വാക്കനുസരിച്ച് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കണ്ടേ? അതല്ലേ ചേച്ചി മര്യാദ. എന്നോട് ക്ഷമിക്കാണ്ടോ. ഞാൻ ചേട്ടൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ ചെറുക്കൻ്റെ 5 ലക്ഷം ഞാൻ വാങ്ങിച്ചു തരാം. 6 മാസവും കഴിഞ്ഞ് ഇപ്പം 7 മാസമായി. കഴുത്തിന് മീതെ തലയുണ്ടെങ്കിൽ തരുമെന്ന് പറഞ്ഞ ആളെ ഇപ്പൊ മധ്യസ്ഥനായിരുന്ന എൻ്റെ തലെടുക്കുന്ന രീതിയിലാണ് സംസാരം. ചേച്ചി കരച്ചിൽ നിർത്ത്. എത്രയും പെട്ടെന്ന് ഇതിലൊരു പരിഹാരം കാണണം. ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നത് അങ്ങേർക്കേ സുഹൃത്ത് ബന്ധത്തിന്റെ വില മനസ്സിലാവൂല. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. എന്താടാ അത്യാവശ്യമായിട്ട് നീ കാണാന്ന് പറഞ്ഞത്? വണ്ടിയിൽ വെച്ച് ചോദിച്ചിട്ട് നീ പറഞ്ഞില്ല. ഞാൻ ഒരു ഹെൽപ്പ് ചെയ്താ. ആ അത് അവനവന് തന്നെ പറയണ്ടാവും അല്ലേ? ആ ഹെൽപ്പ് എവിടെയൊക്കെ ആർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒരു 95% പ്രശ്നത്തിലാവും. ഇവിടെ നിന്റെ വിഷയം എന്താ? ആരാണ് പ്രതി, ആരാണ് വാദി? എടാ നമ്മുടെ ജോണിയേട്ടനില്ലേ? ആ നമ്മുടെ മാവുങ്കൽ ജോണ്. അതെ. ആ അപ്പൊ പ്രതിയായി മറ്റേ കക്ഷി നീയാണോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ചാക്കോ മാഷിന്റെ മകൻ ജോയി ഇല്ലേ? ഓ നിന്റെ ക്ലോസ് ഫ്രണ്ട്. ആ നീ ആ ജോയിയുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് ഈ ജോണേറിന് വാങ്ങിക്കൊടുത്തു മകളുടെ കല്യാണത്തിന്. അതെ. ആ
അയാളിപ്പോൾ അയാളുടെ കയ്യിൽ കാശ് വന്നിട്ടും അത് തിരികെ കൊടുക്കുന്നില്ല അല്ലേ? അതെ. അല്ല, ഇതൊക്കെ നിനക്ക് മകളുടെ കല്യാണമാണ്. ഇതുപോലെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ ആരെങ്കിലും ഉണ്ടോ എന്നന്വേഷിച്ച് എൻ്റെ അടുത്തും ഇയാൾ വന്നിരുന്നേ. ഞാൻ റിസ്ക് എടുത്തില്ല, പക്ഷേ നീ റിസ്ക് എടുത്തു. കാര്യം ശരി, ഞാൻ ലക്ഷങ്ങളുടെ കളികളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അല്ല, അതൊന്നും എൻ്റെ കാശല്ല. ഇടനിലക്കാരനായ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാലേ എൻ്റെ വിശ്വാസമാണ്. അത് ഞാൻ കാത്തു സൂക്ഷിക്കും. അതെനിക്ക് ഇയാളിലും ഇയാളുടെ സംസാരത്തിലും തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം, അങ്ങേരൊരു തികഞ്ഞ മദ്യപാനി കൂടിയാണ്. അങ്ങനെയുള്ളവർക്കേ പാലിക്കാൻ മിക്കപ്പോഴും പറ്റാത്തത് പ്രധാന 2 കാര്യങ്ങളാണ്: വാക്കും വിശ്വാസവും. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിൻ്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യൻ്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. ഛേ, ആ ജോയിയുടെ മുഖത്ത് ഞാനെങ്ങനെ നോക്കും? എന്തു പറയും? നമുക്ക് വഴിയുണ്ടാക്കാം. അല്ല, അയാൾ ഈ ജോണേട്ടൻ എന്താണ് പറയണത്? അതെ, കാശ് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനും എനിക്കറിയാം. അതെപ്പോ കൊടുക്കാൻ പറ്റുന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. നീ നിന്റെ പണി നോക്കടി. എന്റെ കർത്താവേ, എടാ, അയാൾ ഇങ്ങനെ ഒരു മര്യാദയോട് കാണിച്ചതിനെ നീ എന്നോട് സോറി പറയുകയും വിഷമിക്കുകയും ചെയ്യുന്നത് എന്തിനാ? എന്നാലും നീ എന്നെ വിശ്വസിച്ചില്ലടാ. ആ പണം അയാൾ ഈ ചതി ചെയ്തൊന്നും ഞാൻ കരുതിയില്ല. അയാള് പൈസ തരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. 6 മാസത്തെ അവധി പറഞ്ഞു. ഇപ്പൊ 7 ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടനെ, അതായത് നമ്മൾ കാശ് കൊടുത്ത് 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കച്ചവടം നടന്നു. അതും ഇയാളുടെ വിഷമം കണ്ട് സ്ഥലം വാങ്ങിയ ആള് 1 മാസം മുമ്പ് നേരത്തെ ഇടപാട് നടത്തിയാണ്. എല്ലാവരും അയാളോട് സ്നേഹവും ദയയും വിശ്വാസവും ഒക്കെ കാട്ടി. പക്ഷെ അയാള്... നീ വിഷമിക്കാതെ, എൻ്റെ പണം സത്യമുള്ളതാ. ആൻറ്റോ, ആ തോമസേ, നീ എന്തിനാ ഇവിടെയും കൂട്ടി ഇവിടെ വരാൻ പറഞ്ഞത്? എന്നെയും കൂട്ടിയാ? അതെ, കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. അല്ല, ജോയിയുടെ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും ഒന്ന് നോക്കട്ടെ. എൻ്റെ ഫോൺ നമ്പർ 9496336028. അക്കൗണ്ട് നമ്പറേ 11-200-43-35-92. ആ, ജോസഫ് ചാക്കോ. ആ, ഈ ജോസഫ് ചാക്ക വരാണ്? അത് ഞാനാണ്. ജോയി തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരോ. അതേതായാലും നന്നായി. ഹലോ, ആ ജോണേട്ടാ, ആ ഞാനാ തോമസ്. ആ ഞാൻ അക്കൗണ്ട് നമ്പർ ഇപ്പോൾ പറഞ്ഞുതരാട്ടോ. എന്താടാ? ജോയിയുടെ ജോണേന് കൊടുത്ത പണം വന്നു. ഇനി ജോയിയുടെ ഊഴമാണ്. ഫോണെടുത്ത് ക്യാഷ് തിരികെ തന്നതിനെ ആ ജോണേന് ഒരു നന്ദി പറഞ്ഞു.
ആ ഹലോ ജോണേട്ടാ. ആ ഹലോ, ആരാ? ഞാനേ ആൻറ്റോൻ്റെ ഫ്രണ്ട് ജോയിയാ. എന്താ? എൻ്റെ പണം എനിക്ക് തിരികെ കിട്ടിയതിനെ താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. ആ ചേട്ടൻ കുറച്ചു മുമ്പ് എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചില്ലേ, ആ പണത്തിന്. അത് അല്ല. ആ അപ്പം ശരി ചേട്ടാ. ആ ഇനി പണം കൊടുത്തേ ഈ ഏടാകൂടത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതിന് നിന്റെ ഒരു നന്ദി പറച്ചില് വിളിക്കാണ്ടോ? സംസാരിക്കണം, സംസാരിക്കും. ആ ഹലോ ജോണേട്ടാ. ഇടനിലക്കാരനായി നിന്നാ ഞാനും നിങ്ങളോടൊപ്പം ഈ അവസരത്തിൽ സന്തോഷിക്കുന്നു. അപ്പൊ എൻ്റെ വക താങ്ക്സ് കൂടിട്ടാ. ആ ഇനി എൻ്റെ ഊഴമാണ്. ഹലോ ജോണേട്ടാ. അതെ തോമസേ, നമ്മുടെ സ്വർണത്തിൻ്റെ ബിസിനസ്സിലെ ഒരു പാർട്ട്ണർ നമ്മുടെ ചാക്കോമാഷിൻ്റെ മകൻ ആ ജോയിയാണ്. അതെ, അതാണല്ലോ അയാളുടെ അക്കൗണ്ടിലേക്ക് പണം ഇടാൻ പറഞ്ഞത്. അല്ല, അത് പിന്നെ ഞങ്ങൾ തമ്മിൽ വേറൊരു ഡീലുണ്ടേ. എന്ത് ഡീല്? തുറന്ന് പറഞ്ഞേട്ടാ. നേരെ വാ നേരെ പോ, അതാണ് എൻ്റെ ഒരു ഡീൽ. ആ പറയട്ടാ, എനിക്ക് സമയമില്ലെന്നേ. അല്ല ചേട്ടൻ പറയേ. ചേട്ടൻ അങ്ങോട്ട് കൊടുക്കാനാണോ ഉള്ളത് അതോ ഇങ്ങോട്ട് തരാനോ? അല്ല, അത് ശരിക്കും പറഞ്ഞാലേ മകളുടെ കല്യാണം. എനിക്ക് കഥയൊന്നും കേൾക്കാൻ സമയമില്ല. നിങ്ങളുടെ സംസാരത്തിൽ നിന്നേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ അങ്ങോട്ടാണ് കാശ് കൊടുക്കാനുള്ളത്. ഛേ മോശം. ഇനി നിങ്ങളുടെ ഡീല് നിങ്ങൾ തമ്മിലായിക്കോ. ഇനി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു വരരുത്. വന്നാൽ അപ്പൊ ഓക്കേടാ. ഓക്കെ, ആ ഒരു നന്ദി പറയണ. ഒരു താങ്ക്സ് ട്ടാ. ഓക്കെ എന്നാ. ആ ശരി. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.